യായിറോസിൻ്റെ മകളുടെ ചേതനയറ്റ ശരീരം വിശ്രമിക്കുന്ന റൂമിലേക്ക് യേശു കയറുന്നതിന് മുമ്പേ പറഞ്ഞു, കരയുന്നവരെയും നിലവിളിക്കുന്നവരെയും പാട്ടുപാടുന്നവരെയൊക്കെ പുറത്തിറക്കാൻ പറഞ്ഞു. പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് യേശു അകത്തേക്ക് കയറി. യേശുവിൽ പ്രകടമാകുന്ന 1-2 സ്വഭാവങ്ങൾ പറയാം. യേശുവിൽ ജീവൻ നിൽക്കുന്നു. ജീവൻ അകത്തോട്ട് ചെന്നപ്പോൾ മരണം വഴിമാറി. യേശുവിൽ സന്തോഷം നിൽക്കുന്നു. സന്തോഷം അകത്തോട്ട് കയറിയപ്പോൾ വിലാപം ഓടാൻ തുടങ്ങി. യേശുവിൽ ഭയങ്കര ആനന്ദത്തിൻ്റെ സമൃദ്ധി നിൽക്കുന്നത് കൊണ്ട് ആ ദുഃഖത്തിൻ്റെ അന്തരീക്ഷം ആ വീട്ടിൽ നിന്ന് ഓടാൻ തുടങ്ങി. കണ്ണ് നനയിപ്പിക്കുന്നവനല്ലവൻ, കണ്ണുനീര് തുടയ്ക്കുന്നവനാണവൻ. കൂട്ടത്തിൽ കരഞ്ഞു പാടുന്നവനല്ലവൻ, കൂട്ടത്തിൽ സന്തോഷത്തോടെ ചേർത്ത് പിടിക്കുന്നവനാണവൻ. നിന്റെ വീടിൻ്റെ അകത്തെ ദുഃഖപൂർണമായി തീരേണ്ട ചില വിഷയങ്ങൾ ആനന്ദമാക്കി മാറ്റുവാൻ യേശു ഇന്ന് രാവിലെ അതിൽ ഇടപെടുകയാ. കർത്താവ് ഇടപെട്ടാൽ ആ പ്രശ്നം സന്തോഷമുഖരിതമാകും.